കണ്ടെയ്നറുകൾ കടൽ മാർഗം ബാർജിൽ കെട്ടിവലിച്ചു കൊണ്ടുപോകാനാണ് ആദ്യ ശ്രമമെന്ന് വാട്ടർ ലൈൻ ഷിപ്പിംഗ് കമ്പനി. മുങ്ങിയ കപ്പലിന്റെ കമ്പനി MSC വാട്ടർ ലൈനാണ് കണ്ടെയ്നറുകൾ വീണ്ടെടുക്കാൻ കരാർ നൽകിയത്. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, നിലവിൽ നേരത്തെ തന്നെ റെസ്ക്യൂ ടീം MSC കമ്പനി അയച്ച റെസ്ക്യൂ ടീം എത്തുമെന്ന് അറിയിച്ചിരുന്നു. ആ റെസ്ക്യൂ ടീം എത്തിയോ? ഇപ്പോൾ മറ്റൊരു കമ്പനിക്ക് കരാർ നൽകി കണ്ടെയ്നർ വീണ്ടെടുക്കാനാണ് MSCയുടെ ശ്രമം, അല്ലേ? കേരളത്തെ സംബന്ധിച്ചതൊരു പുതിയ അനുഭവം. ഇതുപോലെ കണ്ടെയ്നറുകൾ തീരത്തേക്കടിയോ അല്ലെങ്കിൽ കപ്പൽ ഇങ്ങനെ മുങ്ങി കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി നടക്കുന്ന സംഭവങ്ങൾ സംബന്ധിച്ച് ഇത് കേരളത്തിൽ ആദ്യം. പലതരത്തിലുള്ള ദുരന്തങ്ങളെ കേരളം അതിജീവിച്ചിട്ടുണ്ട്. ഇത് ആദ്യഘട്ടത്തിൽ വലിയ ആശങ്കകൾ ഉയർന്നിരുന്നു. ഇതിൽ ഹസാർഡ്സ് ഉണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കണമെന്നുള്ള നിലയിൽ. എന്നാൽ ആ ആശങ്കകളൊക്കെ ഇപ്പോൾ ഒഴിയുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ MSC ഷിപ്പിംഗ് അവരാണ് ഈ കപ്പലിൻ്റെ ഉടമകൾ. അവരിപ്പോൾ ഇത് നീക്കം ചെയ്യുന്നതിന് വാട്ടർ ലൈൻ ഷിപ്പിംഗ് പറഞ്ഞ് തിരുവനന്തപുരം ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഈ കമ്പനിക്കാണ് ഇതിൻ്റെ ചുമതല നൽകിയിരിക്കുന്നത്. ഇവരുടെ നേതൃത്വത്തിലായിരിക്കും ഈ കണ്ടെയ്നറുകൾ ഇനി സുരക്ഷിതമായി ഇവിടെ നിന്ന് നീക്കുക. ഇപ്പോൾ കടലിൽ തന്നെ ഏതാണ്ട് 643 കണ്ടെയ്നറുകൾ ഉള്ളതിൽ പലതും കടലിൽ ഒഴുകി നടക്കുന്ന സ്ഥിതിയുണ്ട്. ഇനി അത് അങ്ങനെ ഉള്ളത് മുഴുവനും ഇത് സുരക്ഷിതമായി അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു കരാറാണ് ഇപ്പോൾ ഈ കമ്പനി ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് നിങ്ങളെ സംബന്ധിച്ചതൊരു ഇതൊരു ചലഞ്ചല്ലേ? നിങ്ങൾ ഇനി എങ്ങനെയാണ് ഇത് ചെയ്യാൻ പോകുന്നത്? ഇത് കരമാർഗം തന്നെയാണോ അതോ ഈ വാട്ടർവേയിൽ തന്നെയാണോ നിങ്ങൾ കൊണ്ടുപോകുന്നത്? എന്താണ് നിങ്ങളുടെ ഒരു പ്ലാൻ? നമ്മൾ ഇപ്പോഴത്തെ പ്ലാൻ അനുസരിച്ച് കരമാർഗം അതത്ര ഒരു സൊല്യൂഷനായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് ഇപ്പം പ്ലാൻ ചെയ്യുന്നത് കടൽ മാർഗം തന്നെ, സീസൈഡ് വഴി തന്നെ ടോ ചെയ്തുകൊണ്ടുപോകാനുള്ള ഒരു ഇതാണ് നമ്മളിപ്പം നോക്കുന്നത്. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടെ സേഫ്റ്റിയും എല്ലാ കാര്യത്തിലും. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ കൊല്ലം ബോട്ട് അധികൃതർ സമീപിച്ചിട്ട് കൊല്ലം ബോട്ടിലെത്തിക്കാനുള്ള അവിടെ സാങ്കേതികമായിട്ട് ട്രെയിനുകളുടെ സഹായത്തോടു കൂടി ലിഫ്റ്റ് ചെയ്യാനുള്ള ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്ലാൻ. അതിലിപ്പോൾ റഫ് സീയാണ്. മാത്രമല്ല ഈ കണ്ടെയ്നറുകൾ മുഴുവനും മണ്ണിൽ ഉറച്ചു തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അതും ഒരു വല്ലാത്ത ഒരു ടഫ് ചലഞ്ച് തന്നെ അല്ലേ? അതെ, ഇതൊരു ടഫ് ഓപ്പറേഷനാണ്. പക്ഷേ നമുക്കത് ഫസ്റ്റ് നമ്മളൊരു ട്രയൽ, ഒരു എഫിഷ്യൻറ്റ് ട്രയൽ എന്നുള്ള രീതിയിൽ ഏറ്റവും ബെറ്റർ വേ നമുക്ക് അതായിരിക്കും നല്ലതെന്ന്. ഒത്തിരി റോക്സ് എല്ലാം ഉണ്ട്. സോ അതൊരു മാനുവൽ ഓപ്പറേഷൻ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം സീസൈഡ് ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറഞ്ഞു. ബാർജ് കൊണ്ടുവന്ന് ഇതിനെ കെട്ടി വലിച്ചു കൊണ്ടുപോവുകയാണ്. അതല്ലേ ടോ ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇപ്പം എത്രയും പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള സമീപ പ്രദേശത്തുള്ള തന്നെ എക്യുപ്മെന്റ്. ഇതിപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഈ ബാർജ് അടുക്കാൻ കഴിയില്ലല്ലോ, അപ്പോൾ ഇത് എങ്ങനെയാണ് അതൊരു പ്ലാൻ? അതിൻ്റെ ഒരു പ്ലാൻ എങ്ങനെ? അത് ഡൈവേഴ്സിനെ കൊണ്ട് നമ്മളൊരു റോപ്പും ഉണ്ട്, ഹെവി റോപ്പും ഉണ്ട്, ടോ ചെയ്യാനുള്ള ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഡൈവേഴ്സ് സ്വിം ചെയ്ത് ഇവിടെ വരും, അവരിത് ഇതിനകത്ത് അത് ടൈ ചെയ്യും, എന്നിട്ട് ഇത് ഇവിടുന്ന് പിന്നീട് ബാർജ് അതിനെ കെട്ടി വലിക്കുക. അങ്ങനെ അതാണല്ലോ, അങ്ങനെയുള്ളൊരു ഓപ്പറേഷനാണ് ഇപ്പം നമ്മൾ പ്രസൻ്റ്ലി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഡൈവേഴ്സ് ത്രൂ ആണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇവിടെയുള്ള ഇതിൻ്റെ തന്നെ കടലിനെക്കുറിച്ച് അറിയാമെന്നുള്ള പ്രാദേശികവാസികളുടെയും കൂടെ സഹായത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. മാനേജ് മുമ്പ് ഇങ്ങനെ ഒരു ടാസ്ക് ഏറ്റെടുത്തിട്ടുണ്ടോ? അതൊരു എക്സ്പീരിയൻസിൻ്റെ എങ്ങനെയാണ് നിങ്ങളുടെ കമ്പനിയെ സംബന്ധിച്ച്? അല്ല, ഞാൻ ഡിഫൻസിലാണ് വർക്ക് ചെയ്തത്. ഞാൻ ഈ പൊല്യൂഷൻ ഇതിൻ്റെ എൻവയോൺമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. 2021 മുതൽ നമ്മൾ ഒത്തിരി ഓപ്പറേഷൻസ് ഇങ്ങനെ ശ്രീലങ്കയിൽ 2 വെസൽ അങ്ങനെ സിങ്കായിട്ടുള്ളപ്പം ആ ഓപ്പറേഷനിൽ എനിക്ക് ഭാഗമാകാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെ വിനിയോഗിച്ചാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ചലഞ്ചിന് മനോജിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു. അപ്പോൾ ഈ വാട്ടർ ലൈൻ കമ്പനി ഇവിടെ നിന്ന് ഇത് സുരക്ഷിതമായി കൊണ്ടുപോകുന്നതിനും മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. അവർക്ക് ഇത് ബോട്ട് അപകടം ഉണ്ടാകാനൊക്കെ ഉള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തീരത്ത് ഒഴുകി നടക്കുന്നതും അതുപോലെ തീരത്തടിഞ്ഞിരിക്കുന്ന ഈ കപ്പലുകൾ ഇവിടുന്ന് നീക്കം ചെയ്യണമെന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളുടെയും ബോട്ട് ഉടമകളുടെയും ആവശ്യം. അത് സംസ്ഥാന ഗവൺമെൻറ്റും അക്കാര്യം അതിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. ഈ ആശങ്കകൾ മുഴുവനും സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിലേക്ക് എത്തിയിരുന്നു. അതിന് ഒരു അവലോകന യോഗം നിരവധി നടത്തി. കസ്റ്റംസ് ഉൾപ്പെടെ എല്ലാവരും ചേർന്നാണ് സംസ്ഥാന ഗവൺമെൻറ് പ്രതിനിധികൾ ഉൾപ്പെടെ ചർച്ച ചെയ്തിട്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവരുടെ ഒരു പ്രയത്നം വിജയിക്കുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം. ക്യാമറാമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.